ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജി ജീവശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസറും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാം. പ്ലേലിസ്റ്റ് ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്കറിയാം, ബയോളജി 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ ടൈം ഉണ്ടാവും. അതിൽ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിക്കുന്നതിനും ഉത്തരങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും അനുസരിച്ച് മാത്രം ഉത്തരം എഴുതുക. സ്കോർ പരിഗണിക്കണം. ഉത്തരം എഴുതുമ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അതേപോലെ മാർക്ക് പരിഗണിച്ച് ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. 1 സ്കോർ വീതമാണ്. പദബന്ധം തിരിച്ചറിഞ്ഞ് വിട്ട ഭാഗം സൂചിപ്പിക്കുക. കോശദ്രവ്യത്തിൻ്റെ വിഭജനം. കോശദ്രവ്യത്തിൻ്റെ വിഭജനം എന്താണ് അറിയപ്പെടുന്നത്? സൈറ്റോകൈനസിസ് എന്നാണ് അറിയപ്പെടുന്നത്. സൈറ്റോകൈനസിസ് എന്നറിയപ്പെടുന്നത് കോശദ്രവ്യത്തിൻ്റെ വിഭജനമാണ്. എന്നാൽ ന്യൂക്ലിയസിൻ്റെ വിഭജനം എന്താണ് അറിയപ്പെടുന്നത്? ന്യൂക്ലിയസിൻ്റെ വിഭജനം കാരിയോകൈനസിസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? കാരിയോകൈനസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് 2 ചോദ്യങ്ങൾ പഠിച്ചു, അല്ലെ? 2 ചോദ്യത്തിന് ഉത്തരങ്ങൾ പഠിച്ചു. ഒന്ന്, കോശദ്രവ്യത്തിൻ്റെ വിഭജനം സൈറ്റോകൈനസിസ് എന്നാണെന്നും ന്യൂക്ലിയസിൻ്റെ വിഭജനം കാരിയോകൈനസിസ് എന്നാണെന്നും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ക്രമഭംഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബീജോത്പാദക കോശങ്ങളിൽ നടക്കുന്നു. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജനം. ഒരു മാതൃകാകോശത്തിൽ നിന്ന് 4 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നു. മാതൃകോശത്തിനും പുത്രികാകോശത്തിനും ഒരേ ക്രോമസംഖ്യ. ഓക്കെ, ഒരേ ക്രോമസോം സംഖ്യ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഇതാണ്. മാതൃകോശത്തിനും പുത്രികാകോശത്തിനും ഒരേ ക്രോമസോം സംഖ്യ. ഇതാണ് ശരിയായ ഉത്തരം. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്രമഭംഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവരുടെ പൊതു സവിശേഷത എഴുതുക. അപ്പോൾ ഇതിൽ ഹരിതകം ഉണ്ട്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ. അപ്പോൾ എന്താണ് ഇതിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്? ഹരിതകം എ ആണ്. ഹരിതകം എ ആണ്. മറ്റുള്ളവ സഹായക വർണ്ണകങ്ങളാണ്. എന്താണ്? സഹായക വർണ്ണകങ്ങൾ. മറ്റുള്ളവ എന്താണ്? സഹായക വർണ്ണങ്ങളാണ്. സഹായക വർണ്ണകങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അസ്ഥിസന്ധി ഏതെന്ന് തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഈ ഒരു അസ്ഥിസന്ധി നിങ്ങൾ കണ്ടല്ലോ. ഇത് ഏത് സന്ധിയാണ്? ഇത് ഗോളര സന്ധിയാണ്. എന്ത് സന്ധിയാണ്? ഗോളര സന്ധിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഓക്കെ, ഷഡ്പദങ്ങളിലെ വിസർജന അവയവമാണ് നെഫ്രീഡിയകൾ. നെഫ്രീഡിയ എന്തിൻ്റെ വിസർജന അവയവമാണ്? ഷഡ്പദങ്ങളിലെ വിസർജന അവയവമല്ല. പിന്നെ എന്തിൻ്റെയാണ്? മണ്ണിരയുടെ വിസർജന അവയവമാണ്. മണ്ണിര എന്തിൻ്റെതാണ്? മണ്ണിരയുടെ വിസർജന അവയവമാണ് നെഫ്രീഡിയ. ഓക്കെ, ഇനി അടുത്തത് അമീബയിലെ വിസർജന അവയവങ്ങളാണ് സങ്കോചഫലങ്ങൾ. അത് ശരിയാണ്. ഇനി അടുത്തത് പുൽവർഗ സസ്യങ്ങളിൽ ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളായ ഹൈഡത്തോടുകളിൽ കൂടി അധിക ജലം പുറന്തള്ളുന്നു. അതും ശരിയാണ്. ഉരകങ്ങളിലെയും പക്ഷികളിലെയും പ്രധാന വിസർജ്യ വസ്തുവാണ് യൂറിയ. അപ്പോൾ യൂറിയ അല്ല, കറക്റ്റ് ആൻസർ എന്താണ്? യൂറിക് ആസിഡ്. എന്താണ്? യൂറിക് ആസിഡ്. ഓക്കെ, യൂറിക് ആസിഡ്. അപ്പം നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ കൂടി 4 ചോദ്യോത്തരങ്ങൾ പഠിച്ചു. ഷഡ്പദങ്ങളിലെ വിസർജനാവയമല്ല നെഫ്രീഡിയ. മണ്ണിരയുടെ വിസർജനാവയമാണ് നെഫ്രീഡിയ. അമീബയിലെ വിസർജനാവയം സങ്കോചഫലങ്ങളാണ്. ഉരകങ്ങളിലെയും പക്ഷികളും പ്രധാന വിസർജ്ജ വസ്തുവാണ് യൂറിക് ആസിഡ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നവയെ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തലയോട് 29,
മാറല് 2, വാരിയല്ലുകൾ 24, നട്ടെല്ല് 30. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? തലയോട് 29 എന്നതും ശരിയാണ്. അതേപോലെ വാരിയെല്ലുകൾ 24 എന്നതും ശരിയാണ്. തലയോട് എത്രയാണ്? 29, വാരിയെല്ലുകൾ 24 ആണ്. ഓക്കെ, ഇതുവരെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളത് 7 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 2 സ്കോർ വീതമാണ്. അപ്പോൾ 12 മാർക്കാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അവായു ശ്വസനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് ഉത്തരം എഴുതുക. ഗ്ലൂക്കോസ്, പൈറൂവിക് ആസിഡ്, ഓക്കെ, ബാക്ടീരിയ, ഈസ്റ്റ്. ഇവിടെ ഈ 2, അതായത് 1, 2 എന്നിവ തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബാക്ടീരിയ, അതായത് പൈറൂവിക് ആസിഡ് ബാക്ടീരിയ വഴി എന്താകുന്നു? ലാക്റ്റിക് ആസിഡ് ആവുന്നു. ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ലാക്റ്റിക് ആസിഡ്. ഇവിടെ ഈസ്റ്റ് ആൽക്കഹോൾ. ഓക്കെ, ആൽക്കഹോൾ. ഏത് സന്ദർഭത്തിലാണ് മനുഷ്യ ശരീരത്തിൽ ഇവിടെ ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡ് ഏത് സമയത്താണ് മനുഷ്യ ശരീരത്തിൽ രൂപപ്പെടുന്നത്? എപ്പോഴാണ്? കഠിനാധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ പേശീകോശങ്ങളിലെ ഓക്സിജൻ്റെ അളവ് തീരെ കുറയുകയും പേശീകോശങ്ങൾ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ അവായു ശ്വസനത്തെ ആശ്രയിക്കുന്നു. അപ്പം ഭയങ്കരമായി അധ്വാനിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പേശീകോശങ്ങളിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ എന്ത് വേണം? അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് വേണം? എനർജി വേണം. അപ്പോൾ പേശീകോശങ്ങൾ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ അവായു ശ്വസനത്തെ ആശ്രയിക്കുന്നു. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കിയാലോ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് കാരണം എഴുതുക. ഗ്ലൂക്കോസും അമിനോ ആസിഡുകളും മൂത്രത്തിൽ കാണപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? ഗ്ലോമരുലാർ ഫിൽട്രേറ്റ് വൃക്കനാളികളിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് തുടങ്ങിയവ പൂർണ്ണമായും ബാഹ്യനളികാ ലോമികാ ജാലത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. അപ്പോൾ വൃക്കനാളികയിലൂടെ ശേഖരണ നാളിലേക്ക് ഒഴുകുമ്പോൾ ഈ ഗ്ലൂക്കോസിനെ, അമിനോ ആസിഡിനെ എങ്ങോട്ടാണ് പോകുന്നത്? ബാഹ്യനളികാ ലോമികാ ജാലത്തേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് മൂത്രത്തിൽ കാണപ്പെടാത്തത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യാസ വ്യത്യാസം സൂക്ഷ്മ അരിക്കലിനെ സഹായിക്കുന്നു. ശരിയാണ്. ഗ്ലോമറുലസിൽ രക്തമർദ്ദം കൂടിയിരിക്കുന്നു. ഇത് അരിക്കൽ പ്രക്രിയയെ സുഗമാക്കുന്നു. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ കൂമ്പുന്നു. ഇത് എന്ത് ചലനമാണ്? ഇത് നാസ്തിക ചലനമാണ്. എന്ത് ചലനമാണ്? നാസ്തിക ചലനം. തൊട്ടാവാടി തൊടുമ്പോൾ ഇല കൂമ്പുന്നത് എന്തുകൊണ്ടാണ്? നാസ്തിക ചലനത്തിന് ഉദാഹരണമാണ്. എന്ത് ചലനമാണ്? നാസ്തിക ചലനം. ഓക്കെ, വള്ളിച്ചെടികളിൽ താങ്ങിൽ ചുറ്റി വളരുന്നു. എന്ത് ആണ്? ട്രോപിക ചലനം. എന്താണ്? ട്രോപിക ചലനം. അപ്പോൾ നാസ്തിക ചലനം, ട്രോപിക ചലനം, 2 ചലനമുണ്ട്. നാസ്തിക ചലനത്തിന് ഉദാഹരണമാണ് തൊട്ടാവാടിയെ തൊടുമ്പോൾ ഇല കൂമ്പുന്നതും വള്ളിച്ചെടികൾ താങ്ങിൽ ചുറ്റി വളരുന്നത് ട്രോപിക ചലനത്തിനും ഉദാഹരണമാണ്. ഈ ചലനങ്ങൾ എങ്ങനെ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇവ തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് 1 മാർക്കിനുള്ള 1 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ട്രോപിക ചലനത്തിൽ ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിലുള്ള ബന്ധമുള്ള ചലനമാണ് ട്രോപിക ചലനം. എന്നാൽ നാസ്തിക ചലനം എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ തീരെ ബന്ധമില്ല. ഓക്കെ, ഉദ്ദീപന ദിശയും ചലനദിശയും ബന്ധമുള്ള ചലനമാണ് ട്രോപിക ചലനം. നാസ്തിക ചലനം എന്ന് പറഞ്ഞാൽ ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ തീരെ ബന്ധമില്ലാത്ത ചലനമാണ്. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? അസ്ഥികളുടെ ചില തകരാറുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന സൂചനകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ്? പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്നു തരുണാസ്ഥി വലയത്തിന് തകരാറ്. ഇത് ഏത് രോഗത്തിൻ്റെ തകരാറാണ്? ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഇത് സന്ധിവാതത്തിൻ്റെ ലക്ഷണമാണ്. എന്താണ്? സന്ധിവാതം. അതായത് പ്രായം കൂടുതലാവുമ്പോൾ, പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് സന്ധിവാതം. അതേപോലെ ഇതെന്താണ്? തരുണാസ്ഥി
വലയത്തിൽ തകരാറ് സംഭവിക്കുന്നത് മൂലമാണ് ഈ സന്ധിവാതം ഉണ്ടാകുന്നത്. ഇനി അടുത്ത നോക്കാം. അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിയുന്ന അവസ്ഥ. അസ്ഥികൾ ഒടിയുന്ന അവസ്ഥ ഇടുപ്പല്ല്, മണിബന്ധം, നട്ടല് എന്നീ ഭാഗങ്ങളെ കൂടുതൽ ബാധിക്കുന്നു. ഇത് ഏത് രോഗമാണ്? ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓസ്റ്റിയോപൈറോസിസ്. എന്താണ്? ഓസ്റ്റിയോപൈറോസിസ്. ഇതെന്താണ്? ഓസ്റ്റിയോപൈറോസിസ്. ഓക്കെ, ഓസ്റ്റിയോപൈറോസിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇത്. ഓക്കെ, അപ്പോൾ 2 രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ്? ഒന്ന് സന്ധിവാതമാണ്, തരുണാസ്ഥി വലയത്തിൽ തകരാറ്. മറ്റേത് അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാക്കി ഒടിയുന്ന അവസ്ഥയാണ്. അതെന്താണ്? ഓസ്റ്റിയോപൈറോസിസ് ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ബിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തകരാറിൻ്റെ കാരണം എഴുതുക. അപ്പം ബിയിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓസ്റ്റിയോപൈറോസിസ്. ഓസ്റ്റിയോപൈറോസിസിൻ്റെ കാരണം എന്താണ്? കാൽസ്യത്തിൻ്റെ കുറവാണ്. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ കുറവാണ്. എന്താണ്? കാൽസ്യത്തിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. പ്രസ്താവന വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വിശ്രമമില്ലാതെ നാം കഠിനമായി അധ്വാനിക്കുമ്പോൾ പേശികൾക്ക് സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുന്നു. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന അവസ്ഥ എന്ത്? എന്താണ്? പേശിക്ലമം. എന്താണ് ആ അവസ്ഥയ്ക്ക് പറയുക? ഒരുപാട് അധ്വാനിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ പേശികൾക്ക് സങ്കോചിക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്നു. അതിനെ പറയുന്ന പേരാണ് പേശിക്ലമം. എന്താണ്? പേശിക്ലമം. കഠിനമായ അധ്വാനം ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്ന എങ്ങനെ? അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് കുമിഞ്ഞുകൂടുകയും ഇത് പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ലാക്റ്റിക് ആസിഡ് കുമിഞ്ഞുകൂടുകയാണ്? എന്തുകൊണ്ടാണ് ലാക്റ്റിക് ആസിഡ് കുമിഞ്ഞുകൂടുന്നത്? അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് കുമിഞ്ഞുകൂടുകയാണ്. ഇത് പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2 ചിത്രം കണ്ടല്ലോ. ഇത് രണ്ടിനെ എന്താണ് സൂചിപ്പിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് എക്സ്, സെഡ് എന്നീ സൂചിപ്പിക്കുന്ന മെരിസ്റ്റമിക കലകൾ. എക്സ് എന്ന് പറഞ്ഞാൽ അഗ്രമെരിസ്റ്റമാണ്. എക്സ് എന്താണ്? അഗ്രമെരിസ്റ്റം. എക്സ് അഗ്രമെരിസ്റ്റം. ഓക്കെ, സെഡ് എന്താണ്? സെഡ് പർവാന്തര മെരിസ്റ്റം. എന്താണ്? പർവാന്തര മെരിസ്റ്റം. ഓക്കെ, അപ്പോൾ അഗ്രമെരിസ്റ്റവും പർവാന്തര മെരിസ്റ്റവുമാണ്. സസ്യവളർച്ചയിൽ വൈയുടെ പ്രാധാന്യം എന്ത്? വൈ എന്ന് പറയുന്നത് എന്താണ്? പാർശ്വമെരിസ്റ്റമാണ്. ഈ വൈൻ്റെ പ്രാധാന്യം എന്താണ്? പാർശ്വമെരിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ദ്വിബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡം വണ്ണം വയ്ക്കാൻ എന്താണ് സഹായിക്കുന്ന? പാർശ്വമെരിസ്റ്റമാണ്. അപ്പം ദ്വിബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡം വണ്ണം വയ്ക്കാൻ എന്ത് സഹായിക്കുന്നു? പാർശ്വമെരിസ്റ്റം സഹായിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രസ്താവന വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വാർദ്ധക്യം എന്ന അവസ്ഥയിൽ മറ്റു ഘട്ടങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മറ്റു ഘട്ടങ്ങളിൽ നിന്ന് ഈ അവസ്ഥയെ വ്യത്യസ്തമാകുന്ന ഏതെങ്കിലും 2 ശാരീരിക പ്രത്യേകതകൾ ലിസ്റ്റ് ചെയ്യുക. വൃദ്ധരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? ഓക്കെ, എന്താണ്? 2 പ്രത്യേകതകൾ എഴുതിയാൽ മതി. കോശങ്ങളിൽ ഓക്സിജൻ്റെ ലഭ്യത കുറയുന്നു. കോശങ്ങൾ കൂടുതലായി നശിക്കുന്നു. പേശികൾ ശുഷ്കിക്കുന്നു. ഊർജോൽപാദനം കുറയുന്നു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? വൃദ്ധന്മാരോട് നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? മുതിർന്നവർക്ക് കരുതലും സ്നേഹവും നൽകണം. മാത്രമല്ല അവർക്ക് അംഗീകാരവും നൽകണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 14 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതണം. ഈ സെക്ഷനിൽ ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ്. ഓക്കെ, തന്നിരിക്കുന്ന രക്തപര്യന ഘട്ടങ്ങൾ വലത് ഏട്രിയത്തിൽ നിന്നും തുടങ്ങുന്ന രീതിയിൽ ശരിയായി ക്രമീകരിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം വരേണ്ടത് എന്താണ്? ഇത് വായിച്ച് നോക്കുക. ആദ്യം വരേണ്ടത് എന്താണ്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം വലത് ഏട്രിയത്തിൽ എത്തുന്നു. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്താണ്? വലത് വെൻട്രിക്കിൾ ട്രക്സ്പീഡ് വാൽവിലൂടെ രക്തം സ്വീകരിക്കുന്നു. വലത് വെൻട്രിക്കിൾ ട്രക്സ്പീഡ് വാൽവിലൂടെ രക്തം സ്വീകരിക്കുന്നു.
പിന്നെന്താണ്, വലത് വെൻട്രിക്കിൾ സങ്കോചിക്കുന്നു. ശ്വാസകോശ ധമനി വഴി രക്തം ശ്വാസകോശത്തിലേക്ക് സംവഹിക്കപ്പെടുന്നു. പിന്നെ ഇനി ലാസ്റ്റ് എന്താണ്, ശ്വാസകോശ സിര വഴി രക്തം ഇടത് ഏട്രിയയിൽ എത്തുന്നു. ലാസ്റ്റ് വൺ, ഇടത് വെൻട്രിക്കിൾ ബൈക്സ്പിഡ് വാൽവിലൂടെ രക്തം സ്വീകരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർഡറിൽ എഴുതുക. കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾ ഉത്തരമെഴുതുക. വായു. ഇപ്പോൾ ഇതെന്താണ്, ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഈ ഘട്ടം ഏതാണ്? ഉച്ഛ്വാസമാണ് അല്ലേ, ഉച്ഛ്വാസമാണ്. XY എന്നീ എങ്ങനെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക. എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർകോസ്റ്റൽ പേശികളാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇൻ്റർകോസ്റ്റൽ പേശികളാണ്. എക്സ് എന്താണ്, ഇൻ്റർകോസ്റ്റൽ പേശികളാണ്. എക്സ് എന്ന് പറയുന്നത് ഇൻ്റർകോസ്റ്റൽ പേശികളാണ്. വൈ എന്ന് പറയുന്നത് ഡയഫ്രത്തിലെ പേശികളാണ്. ഡയഫ്രത്തിലെ പേശികളാണ്. ഓക്കെ, എക്സ് എന്നും വൈ എന്നും സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുടെ സംയോജിത പ്രവർത്തനം ഈ പ്രക്രിയയെ എങ്ങനെ സഹായിക്കുന്നു? അതായത് ഇൻ്റർകോസ്റ്റൽ പേശികളും അതേപോലെ ഡയഫ്രത്തിലെ പേശികളും എന്താണ് ഈ ഉച്ഛ്വാസ പ്രോസസ്സിൽ, ഉച്ഛ്വാസ പ്രക്രിയയിൽ അവയുടെ പ്രാധാന്യം? അതായത് ഇൻ്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ലുകൾ ഉയരുന്നു. വാരിയെല്ലുകൾ ഉയരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡയഫ്രം സങ്കോചിക്കുന്നു. ഇത് ഔരസാശയ വ്യാപ്തം കൂട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. AB എന്നീ ബോക്സുകളിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് മാതൃകക്കനുസരിച്ച് ഉചിതമായ ജോഡികൾ ഉണ്ടാക്കുക. അരിപ്പുകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം പെൽവിസ്. ഓക്കെ, ഇനി വൃക്കയുടെ കടുംനിറത്തിലുള്ള ആന്തരഭാഗം എന്താണ്? മെഡുലയാണ്. വൃക്കയുടെ കടുംനിറത്തിലുള്ള ആന്തരഭാഗം ഏതാണ്? മെഡുലയാണ്. പുനരാകിരണവും ശ്രവണവും നടക്കുന്നു. എവിടെ വെച്ചിട്ടാണ്? വൃക്കനാളികയിൽ വെച്ചിട്ടാണ്. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴൽ ഇഫറൻറ്റ് വെസൽ. എന്താണ്? ഇഫറൻറ്റ് വെസൽ. ഓക്കെ, അരിപ്പുകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം പെൽവിസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗത്തെ നമ്മൾ മെഡുല എന്ന് പറയുന്നു. പുനരാകിരണവും ശ്രവണവും നടക്കുന്നത് വൃക്ക നളികയിൽ വെച്ചിട്ടാണ്. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴലിന് ഇഫറൻറ്റ് വെസൽ എന്ന് പറയുന്നു. അരിപ്പുകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം പെൽവിസ് എന്ന് അറിയപ്പെടുന്നു. ഇനി ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ രണ്ട് ചിത്രങ്ങൾ കണ്ടല്ലോ, എക്സ് വൈ. എക്സ് വൈ ഇത് ഏത് പേശിയാണെന്ന് തിരിച്ചറിയാനാണ്. എക്സ് എന്താണ്? ഹൃദയപേശിയാണ്. എക്സ് എന്താണ്? ഹൃദയപേശിയാണ്. അതേപോലെ തന്നെ വൈ എന്താണ്? മിനുസപേശിയാണ്. എന്താണ്? മിനുസപേശിയാണ്. മിനുസപേശിയാണ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഹൃദയപേശിയാണ്. വൈ എന്ന് പറയുന്നത് മിനുസപേശിയാണ്, അല്ലെങ്കിൽ രേഖാശൂന്യ പേശി എന്നും പറയുന്നു. വൈ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന പേശിയുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക. എന്താണ്? അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങളാണിവ. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണിവ. ഇനി പറഞ്ഞത് ഏതെങ്കിലും എന്തെങ്കിലാണ് ഈ പേശികൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു സമാനത എന്താണ്? അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു എന്നെഴുതാം. ഇനി അടുത്തത് വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ട ഏതെങ്കിലും 3 പ്രധാന ആശയങ്ങൾ തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് എഴുതുക. സൂചനകൾ: ഹൃദയം, ശ്വാസകോശങ്ങൾ, പേശികൾ. ഹൃദയം എന്താണ്? വ്യായാമം മൂലം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുള്ള രക്തപ്രവാഹം കൂടുന്നു. ഹൃദയപേശികൾ ദൃഢമാകുന്നു. ഓക്കെ, വ്യായാമത്തെക്കൂടെ നമുക്ക് എന്താ ചെയ്യുന്നത്? എന്താണ് നമുക്ക് ഹൃദയത്തിനുള്ള ഗുണം? എന്താണ്?
ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയുള്ള രക്തപ്രവാഹം കൂടുന്നു. അതേപോലെ ഹൃദയപേശികൾ ദൃഢമാകുന്നു. ശ്വാസകോശമോ ശ്വാസനവാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാകുന്നു. വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു. പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു. ഇനി അടുത്ത് നോക്കാം. ബോക്സിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് അവയെ ചുവടെ തന്നിരിക്കുന്ന പട്ടികയിൽ ഉചിതമായി ക്രമീകരിക്കുക. ഓക്കെ, ഇവിടെ ക്രമഭംഗവും ഊനഭംഗവുമാണ്. അപ്പോൾ ക്രമഭംഗത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ക്രോമസോം സംഖ്യയിൽ വ്യത്യാസമില്ല. അത് ഏതിലാണ് വരുന്നത്? ക്രമഭംഗത്തിൽ വരുന്നതാണ്. ക്രോമസോം സംഖ്യയിൽ വ്യത്യാസമില്ല. ബീജകോശങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. അത് ഊനഭംഗത്തിൽ വരുന്നതാണ്. ഓക്കെ, ബീജോത്പാദക കോശങ്ങളിൽ സംഭവിക്കുന്നു. അത് ഇവിടെ വരുന്നതാണ്, ഊനഭംഗത്തിൽ വരുന്നതാണ്. ക്രോമസോം സംഖ്യ നേർപകുതിയായി കുറയുന്നു. അതും ഊനഭംഗത്തിൽ വരുന്നതാണ്. ക്രോമസോം സംഖ്യ നേർപകുതിയായി കുറയുന്നു. ശരീരകോശങ്ങളിൽ സംഭവിക്കുന്നു. അത് ക്രമഭംഗത്തിൻ്റെതാണ്. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതും ക്രമഭംഗത്തിൻ്റെതാണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ക്രമഭംഗത്തിൽ വരുന്നത് ഏതെല്ലാമാണ്? ക്രമഭംഗത്തിൽ വരുന്നത് ക്രോമസോം സംഖ്യയിൽ വ്യത്യാസമില്ല. അത് ക്രമഭംഗത്തിൽ വരുന്നു. ശരീരകോശങ്ങളിൽ സംഭവിക്കുന്നു. ഓക്കെ, ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇനി ഊനഭംഗത്തിൽ വരുന്നത് ക്രോമസോം സംഖ്യ നേർപകുതിയായി കുറയുന്നു. ബീജോത്പാദക കോശങ്ങളിൽ സംഭവിക്കുന്നു. ബീജകോശങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. കോശവിഭജനത്തിൻ്റെ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, സ്ത്രീ 46, 26, 23. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ് എന്നിങ്ങനെ നോക്കാം. ചിത്രീകരിച്ച് സൂചിപ്പിച്ചിരിക്കുന്ന കോശവിഭജന രീതി ഏതാണ്? ഈ ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിഭജന രീതി എന്താണ്? ഊനഭംഗമാണ്. എന്താണ്? ഊനഭംഗമാണ്. ഈ കോശവിഭജനത്തിൻ്റെ ചിത്രീകരണം എന്തിൻ്റേതാണ്? ഊനഭംഗത്തിൻ്റേതാണ്. ഇനി ഇവിടെ വരുന്നത് എന്താണ്? അണ്ഡമാണ്. ഇവിടെ വരുന്നത് അണ്ഡമാണ്. ഓക്കെ, ഇനി രണ്ടാമത് ഇവിടെ വരുന്നത് എന്താണ്? പോളാർ ബോഡിയാണ്. എന്താണ്? പോളാർ ബോഡി. ഓക്കെ, പോളാർ ബോഡി. ഓക്കെ, ഇനി ഘട്ടം 1, ഘട്ടം 2 എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഘട്ടം 1 എന്താണ് സംഭവിക്കുന്നത്? ക്രോമസോം സംഖ്യ പകുതിയാകുന്നു. ഘട്ടം 1 എന്താണ് സംഭവിക്കുന്നത്? ക്രോമസോം സംഖ്യ പകുതിയാവുന്നു. ഘട്ടം 1 ക്രോമസോം സംഖ്യ പകുതിയാവുന്നു. ഘട്ടം 2 എന്താണ് സംഭവിക്കുന്നത്? ക്രോമസോം സംഖ്യയിൽ മാറ്റമൊന്നും വരുന്നില്ല. മാറ്റമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 21 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 4 സ്കോർ വീതമാണ്. സൂചനകൾക്കനുസരിച്ച് ചിത്രീകരണം ഉചിതമായി പൂർത്തീകരിക്കാം. ഇനി ആമാശയരസം. ആമാശയരസത്തിൽ എന്തെല്ലാം ഉണ്ട്? ആമാശയരസം AB. എന്താണ് ഇവിടെ? ആമാശയരസം പെപ്സിൻ. എന്താണ് ഇവിടെ? പെപ്സിൻ. എന്താണ്? പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. രണ്ടാമത്തേത് ഗാസ്ട്രിക് ലിപ്പേഴ്സ്. എന്താണ്? ഗാസ്ട്രിക് ലിപ്പേഴ്സ് എന്താ സംഭവിക്കുന്നത്? കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. അപ്പോൾ പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് എന്താണ്? പെപ്സിനാണ്. പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നത് പെപ്സിനാണ്. കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് ഗാസ്ട്രിക് ലിപ്പേഴ്സ് ആണ്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് എന്താ സംഭവിക്കുന്നത്? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ശ്ലേഷ്മമാണ് ഇവിടെ ഉള്ളത്. ശ്ലേഷ്മം എന്താണ്? ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? ദഹനരസങ്ങളുടെ ശ്ലേഷ്മം എന്താണ് ചെയ്യുന്നത്? ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. നമുക്ക് 22ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, ഇവിടെ എക്സും വൈയും എന്താണ്? എക്സ് എന്താണ്? പ്രൊഫേസ് ആണ്. എന്താണ്? പ്രൊഫേസ് ആണ്. ഓക്കെ, പ്രൊഫേസ്.
എക്സ് എന്താണ്? പ്രൊഫേസ് ആണ്. വൈ എന്താണ്? മെറ്റാഫേസ് ആണ്. വൈ മെറ്റാഫേസ് ആണ്. മെറ്റാഫേസ് ആണ്. ഇതെന്താണ്? പ്രൊഫേസ് ആണ്. പ്രൊഫേസും മെറ്റാഫേസുമാണ്. എക്സ് വൈ എന്നീ ഘട്ടങ്ങളിലെ കോശങ്ങളിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ പ്രൊഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ക്രൊമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളാകുന്നു. എന്താണ്? ക്രൊമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളായി മാറുന്നു. ക്രോമസോമുകൾ തനി പകർപ്പ് സൃഷ്ടിച്ച് ഇരട്ടിക്കുന്നു. മർമ്മകവും മർമ്മസ്തരവും അപ്രത്യക്ഷമാകുന്നു. കീലതന്തുക്കൾ രൂപപ്പെടുന്നു. ഇതാണ് പ്രൊഫേസിൽ നടക്കുന്നത്. ഓക്കെ, പ്രൊഫേസിൽ നടക്കുന്നത് എന്താണ്? ക്രൊമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളാകുന്നു, എന്നിട്ട് ഇരട്ടിക്കുന്നു, എന്നിട്ട് മർമ്മകവും മർമ്മസ്തരവും അപ്രത്യക്ഷമാകുന്നു, കീലതന്തുക്കൾ രൂപപ്പെടുന്നു. ഇനി അടുത്തത് വൈ എന്താണ്? മെറ്റാഫേസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് ഒറ്റ നിരയായി ക്രമീകരിക്കുന്നു. കീലതന്തുക്കൾ സെൻട്രിയോളുമായി ബന്ധിക്കുന്നു. ഓക്കെ, ഈ പ്രക്രിയയിലെ മറ്റ് ഘട്ടങ്ങൾ എന്തെല്ലാം? നമ്മൾ പ്രൊഫേസ്, മെറ്റാഫേസ്, പിന്നെന്താണ്? അനാഫേസ്. എന്താണ്? അനാഫേസ്. പിന്നെന്താണ്? അനാഫേസ്. അതേപോലെ ടീലോഫേസ്. ഓക്കെ, ടീലോഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അസ്ഥിസന്ധിയുടെ ചിത്രം പകർത്തി വെച്ച് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത് പകർത്തി വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ എക്സ് വൈ എന്ന് സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? എക്സ് എന്താണ്? എക്സ് സൈനോവിയൽ ദ്രവം. എന്താണ്? സൈനോവിയൽ ദ്രവം. എന്താണ് എക്സ്? സൈനോവിയൽ ദ്രവം. വൈ എന്താണ്? വൈ തരുണാസ്ഥിയാണ്. വൈ എന്താണ്? തരുണാസ്ഥി. വൈ എന്താണ്? തരുണാസ്ഥി. ഓക്കെ, എക്സ് എന്താണ്? സൈനോവിയൽ ദ്രവം. വൈ തരുണാസ്ഥി. ഇനി എക്സിൻ്റെയും, അതായത് സൈനോവിയൽ ദ്രവത്തിൻ്റെയും അതേപോലെ തരുണാസ്ഥിയുടെയും ധർമ്മം ഓരോന്നായിട്ട് എഴുതാനാണ്. സൈനോവിയൽ ദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. അതായത് ഇനി തരുണാസ്ഥിയിൽ അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. അപ്പോൾ സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവവും ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയുമാണ്. അപ്പോൾ നമ്മൾ ബയോളജി ജീവശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.